നമസ്കാരം. മോദിയുടെ ഭരണത്തിന് കീഴിൽ ലോക രാഷ്ട്രങ്ങൾക്ക് തൊടാൻ പോലും കഴിയാത്ത വിധം ആയുധശേഷി കൈവരിക്കാൻ പോവുകയാണ് ഇന്ത്യ. ഇനി പാകിസ്ഥാൻ ഒന്ന് വിറയ്ക്കും. ഇന്ത്യയെ തൊടാൻ പോയിട്ട് ഇന്ത്യ എന്ന് കേട്ടാൽ പോലും മുട്ടുവിറയ്ക്കും. നിലവിൽ ലോകത്തെ ഏത് ഭൂഖണ്ഡത്തിലും ചെന്ന് ആക്രമിക്കാൻ പ്രാപ്തിയുള്ള ബോംബർ വിമാനങ്ങൾ സ്വന്തമായുള്ളത് 3 രാജ്യങ്ങൾക്ക് മാത്രമാണ്. US, റഷ്യ, ചൈന എന്നിവരാണ് ആ 3 രാജ്യങ്ങൾ. ആ പട്ടികയിലേക്ക് എത്താനൊരുങ്ങുകയാണ് ഇന്ത്യ. വ്യോമസേനയ്ക്ക് വേണ്ടി അത്തരമൊരു സ്ട്രാറ്റജിക് ബോംബർ വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചുവെന്നാണ് പ്രതിരോധ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ബോംബർ വിമാന പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും കുറഞ്ഞത് 12,000 കിലോമീറ്റർ ദൂരം വരെ പറന്നു ചെന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന ബോംബർ വിമാനമാണ് വികസിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഷ്യയുടെ Tu-160, US-ന്റെ B-21 തുടങ്ങിയ ബോംബർ വിമാനങ്ങളുടെ ഡിസൈനുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ തദ്ദേശീയ സ്ട്രാറ്റജിക് ബോംബർ വികസിപ്പിക്കുക എന്നാണ് പ്രാഥമിക വിവരം. റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കാനുള്ള സ്റ്റെൽത്ത് ശേഷി, വൻതോതിൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി എന്നിവ ഇന്ത്യയുടെ അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റിനുണ്ടാകും. പദ്ധതി യാഥാർത്ഥ്യത്തിലെത്തിയാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേന ആർജിക്കുമെന്ന് ഉറപ്പാണ്. ആണവായുധ ആക്രമണം ഉണ്ടായാൽ എവിടെ ചെന്നും ആണവ ബോംബുകൾ വർഷിക്കാൻ ഇനി ഇന്ത്യക്ക് സാധിക്കും. നിലവിൽ ആണവ പ്രത്യാക്രമണത്തിന് ഇന്ത്യയുടെ പക്കൽ ഭൂഖണ്ഡാന്തര മിസൈലുകളാണുള്ളത്. ഇവയുടെ പരിമിതികളെ മറികടക്കുന്നവയാണ് സ്ട്രാറ്റജിക് ബോംബറുകൾ. 12,000 കിലോയോളം ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് 12,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് എഞ്ചിൻ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, അഗ്നി-1, P-ഷോട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, ലേസർ ഗൈഡഡ് ബോംബുകൾ, റഡാർ സംവിധാനങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷിയാണ് ഇന്ത്യയുടെ ബോംബർ വിമാനത്തിനായി വിഭാവനം ചെയ്തിരിക്കുന്നത്. വൈവിധ്യമാർന്ന ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇന്ത്യയുടെ ആക്രമണത്തിന് മൂർച്ച കൂട്ടും. ഇതിനായി സാങ്കേതിക സഹായങ്ങൾ റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യ അവരുടെ Tu-160 ബോംബറിന്റെ അനുഭവജ്ഞാനം ഇന്ത്യയുമായി പങ്കുവച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എയർഫ്രെയിം രൂപകൽപ്പന, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ ആവശ്യമായ അറിവുകൾ റഷ്യയിൽ നിന്ന് സ്വായത്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഫ്രാൻസിൽ നിന്ന് ബോംബർ വിമാനത്തിന് ആവശ്യമായ ഏവിയോണിക്സ്, സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ആവശ്യമായ വിവരങ്ങളും ലഭിച്ചേക്കും. ശത്രു രാജ്യങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് കടന്നുകയറുമ്പോൾ പരമാവധി അതിജീവനം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. 12 ടൺ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയാണ് പ്രാഥമിക ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞത്. എന്നാൽ റഷ്യൻ ബോംബറിന് 40 ടൺ ആയുധങ്ങൾ വഹിക്കാനാകും. US-ന്റെ B-21 ബോംബറിന് 10 ടണ്ണാണ് ആയുധവാഹക ശേഷി. റഷ്യൻ ബോംബറിന് 12,300 കിലോമീറ്റർ ദൂരം വരെ തുടർച്ചയായി പറക്കാനാകും. US ബോംബറിന് 10,000 കിലോമീറ്ററും. എന്നാൽ ഏത് എഞ്ചിനാണ് ഇതിന് വേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പ്രാഥമികമായി റഷ്യയുടെ NK-32 എന്ന റഷ്യൻ ബോംബറിന്റെ എഞ്ചിനാണ് ഉദ്ദേശിക്കുന്നത്. 245 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കരുത്തുറ്റ എഞ്ചിനാണിത്. അല്ലെങ്കിൽ US കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന്റെ GE-414 എഞ്ചിനെ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കാമെന്നാണ് കരുതുന്നത്. ഇതിന് നിലവിൽ 98 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാവൂ. വലിയ തോതിൽ ആയുധങ്ങൾ വഹിക്കുന്ന ബോംബർ വിമാനത്തിന് കൂടുതൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനാകുന്ന എഞ്ചിൻ ആവശ്യമുണ്ട്. ഇതിന് GE-414 എഞ്ചിനെ പരിഷ്കരിക്കേണ്ടി വരും. എങ്കിലും പ്രാഥമിക ലക്ഷ്യം റഷ്യൻ എഞ്ചിനാണെന്നാണ് വിവരങ്ങൾ. 2 അല്ലെങ്കിൽ 4 എഞ്ചിനുകൾ ഉള്ള യുദ്ധവിമാനങ്ങളായിരിക്കും. ഏത് എഞ്ചിനാണ് എന്നത് പരിഗണിച്ച് അവസാനഘട്ട ഡിസൈനിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിലവിൽ ഇന്ത്യക്ക് 3 തരത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അന്തർവാഹിനിയിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകൾ എന്നിവയാണവ. എന്നാൽ ഒരു സ്ട്രാറ്റജിക് ബോംബർ ഉണ്ടായാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും കരമാർഗമോ സമുദ്രമാർഗത്തിലൂടെയോ ആകാശമാർഗത്തിലൂടെയോ ആണവാക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യ ആർജിക്കും. മറ്റു രാജ്യങ്ങളുടെ വ്യോമതാവളങ്ങളിൽ ഇറങ്ങി ഇന്ധനം നിറച്ച് വീണ്ടും പറക്കേണ്ടി വരിക എന്ന പരിമിതി ഇതോടെ മറികടക്കാനാകും. മാത്രമല്ല ഒറ്റ ദൗത്യത്തിൽ തന്നെ വലിയ തോതിലുള്ള ആക്രമണം നടത്താനുമാകും. ആയുധങ്ങൾ വഹിക്കാനുള്ള പ്രത്യേക അറ എങ്ങനെ ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ ഡിസൈൻ ഘട്ടം കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബോംബർ വിമാനത്തിന്റെ പ്രാഥമിക ഡിസൈൻ വരും വർഷങ്ങളിൽ പുറത്തുവിടും. 2035 തന്നെ പ്രോട്ടോടൈപ്പ് പരീക്ഷണം ആരംഭിക്കാനുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് വികസന പദ്ധതികൾ നടക്കുന്നത്. പൂർത്തിയായാൽ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ MMCA-ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പദ്ധതിയായി ഇത് മാറും.